കോഴിക്കോട് നടക്കാവിൽ നിന്നും യുവാവിനെ 4 അംഗ സംഘം ഇന്നോവ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയി കക്കാടംപൊയിലെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് അവരെ പിടികൂടുന്നു. പിന്നാലെ കേസിൽ വലിയ ട്വിസ്റ്റ്. ഐഫോൺ ഇറക്കുമതി ഇടപാടിൽ റഹീസ് പ്രതികൾക്ക് നൽകാനുള്ളത് ലക്ഷങ്ങളെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നു. ഐഫോൺ വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയതിനാണ് റഹീസിനെ പെൺ സുഹൃത്ത് വഴി സംഘം ട്രാപ്പിലാക്കിയത്. കോഴിക്കോട് നടക്കാവ് ജവഹർ നഗറിൽ ഇന്ന് പുലർച്ചെ ഒരു ഇന്നോവ കാറെത്തി. കാറിലുണ്ടായിരുന്നത് 4 അംഗ സംഘം. കൂട്ടത്തിൽ ഒരു യുവതിയുമുണ്ടായിരുന്നു. യുവതി ഫോൺ വിളിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന തൻ്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയായിട്ടുള്ള റഹീസിനെയാണ് വിളിച്ചു വരുത്തിയതും ഫലമായി ഇന്നോവ കാറിൽ പിടിച്ചുകയറ്റി കക്കാടംപൊയിലിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരുപാട് നേരം പാർപ്പിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘവും നടക്കാവ് നിന്നുള്ള പോലീസ് സംഘവും പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോൺ നമ്പർ അടക്കമുള്ളവ ട്രാക്ക് ചെയ്ത് രഹസ്യ കേന്ദ്രം പോലീസ് സംഘം കണ്ടുപിടിച്ചു. അവിടെ എത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകാനെത്തിയ 4 അംഗ സംഘവും ഇവരെ സഹായിച്ച മറ്റു 4 പേരുമടക്കം 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടക്കാവിലെത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. എന്നാൽ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായിട്ടുള്ള റഹീസ് നിരവധി ആളുകൾക്കായി നൽകാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. സംഘത്തിലുണ്ടായിരുന്ന അബൂ ത്വാഹിറിന് നൽകാനുണ്ട് 19 ലക്ഷം. അഭിരാമിന് 45 ലക്ഷം രൂപ നൽകാനുണ്ട്. ഈ സംഘത്തിന് നേതൃത്വം കൊടുത്ത റഹീസിന്റെ സുഹൃത്തുമായിട്ടുള്ള സിനാന്റെ ബന്ധുവിൻ്റെ സ്വർണവും പണയം വെച്ചിട്ടുണ്ട്. തിരിച്ചു ചോദിച്ചപ്പോൾ മുക്കുവണ്ടമാണ് നൽകിയത്. എന്നാൽ റഹീസ് ദുബായിൽ നിന്നടക്കമുള്ള ഐഫോൺ വാഗ്ദാനം ചെയ്താണ് നിരവധി ആളുകളിൽ നിന്ന് ഇത്രയും തുക തട്ടിയെടുത്തത്. എന്നാൽ ഇവർക്കൊന്നും ഐഫോൺ കിട്ടിയതുമില്ല. പിന്നാലെ പണം ചോദിച്ചപ്പോൾ റഹീസ് പല വഴി മുങ്ങി നടന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് റഹീസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. പിന്നീട് ഈ പെൺസുഹൃത്തും റഹീസുമായുള്ള ബന്ധം ഈ തട്ടിക്കൊണ്ടുപോയ സംഘം അറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ പെൺസുഹൃത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പെൺസുഹൃത്ത് വഴി ഈ റഹീസിനെ ഈ സംഘം ട്രാപ്പിലാക്കുന്നത്. എന്തായാലും നടക്കാവ് പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കോഴിക്കോട് നഗരത്തിലും മലപ്പുറത്തുമടക്കം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തട്ടിക്കൊണ്ടുപോകൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.